രണ്ടാമത്തത്, അർജന്റീന കളിക്കാൻ വരുന്ന കാര്യം സർക്കാരിനെ രേഖാമൂലം AFA അറിയിച്ചിരുന്നോ? അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രി നേരിട്ട് അറിയിച്ചു. മുഖ്യമന്ത്രി അറിയിച്ചു. ഇതാണ് ആ രേഖ. ഇതാണ് ടു ദ ശ്രീ പിണറായി വിജയൻ, ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ, ഗവർണർ ഓഫ് കേരള, തിരുവനന്തപുരം. ദ ഒഫീഷ്യൽ കൺഫർമേഷൻ ഓഫ് അർജന്റീന നാഷണൽ ഫുട്ബോൾ ടീം മാച്ച് ഇൻ കേരള. ദ ഡേറ്റ് നോക്കിയോളൂ, 17 നവംബർ 2025 ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. അപ്പോൾ AFA സർക്കാരിനെ അറിയിച്ചിരുന്നില്ല. ഇതൊക്കെ ഒപ്പിട്ടിരിക്കുന്നത് ക്ലൗഡിയോ താപ്പിയോ, പ്രസിഡന്റ് ഫുട്ബോൾ അസോസിയേഷൻ. AFAയുടെ പ്രസിഡന്റ് ഒപ്പുവെച്ചിരിക്കുന്ന ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് അയച്ചിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുമുണ്ട്, നമുക്കും അതിന്റെ കോപ്പിയുണ്ട്. That is point number 2. Number 3. രേഖകളൊക്കെ ഉണ്ട്. പക്ഷെ രേഖകളൊന്നും സ്ക്രീനിൽ കാണിക്കാൻ പറ്റൂല. സ്ക്രീനിൽ കാണിക്കുന്നതിനൊരു പ്രശ്നമുണ്ട്. കാരണം അതൊക്കെ സ്ക്രീനിൽ കാണിച്ചാൽ അതൊക്കെ വയലേഷൻ ആകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു നാട്ടിലെ ഒരു സർക്കാരും അതുപോലെ ഒരു ഫുട്ബോൾ അസോസിയേഷനും തമ്മിലുള്ള രേഖകൾ സ്ക്രീനിൽ കാണിച്ചാൽ എന്തർത്ഥത്തിലാണ് അതിൽ വയലേഷൻ ഉള്ളത്? എന്താണ് അതിൻ്റെ വയലേഷൻ? സർക്കാർ എന്ന് പറയുന്നത് ഒരു പബ്ലിക് അല്ലേ, ഫിഗർ അല്ലേ? അവിടെ ആ സർക്കാരുമാക്കി ഉണ്ടാക്കുന്ന കരാർ ഏതർത്ഥത്തിലാ അത് സ്ക്രീനിൽ കാണിച്ചാൽ അത് വയലേഷനായി മാറുന്നത്? അത് മാത്രം മനസ്സിലാകുന്നില്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പാ, ഇവന്റെ കയ്യിൽ രേഖകളില്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ അത് വയലേഷൻ ആകും എന്ന് പറയുന്നത്. എന്താണെങ്കിലും പിണറായി വിജയന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പിണറായി വിജയന് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്. പെട്ടു എന്നുള്ളത് ബോധ്യമായത് കൊണ്ട് തന്നെ വിജയൻ ആദ്യം തന്നെ കൈ മെല്ലെ അങ്ങോട്ട് കഴുകി. തൻ്റെ തലയിലാവാതിരിക്കാൻ വേണ്ടിയുള്ള പല പരിശ്രമങ്ങളും പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പിണറായി വിജയൻ ഇപ്പം ഇന്നലെ പറഞ്ഞത് ആൻഡോ കാട്ടുകള്ളം പറഞ്ഞത് എന്താ? ഈ പറയുന്ന തനിക്ക് കിട്ടി എന്നാണ് പറയുന്നത്. പിണറായി വിജയന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ കത്ത് കിട്ടി എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയിട്ട് പിണറായി വിജയൻ പറയുന്നു തനിക്ക് അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല. മാത്രവുമല്ല പിണറായി വിജയൻ പറയുന്നത് ഞാനുമായിട്ട് ഒരു ഇടപാടുണ്ടായിട്ടില്ല, കായിക മന്ത്രിയുമായിട്ടാണ് ഉണ്ടായത്. അത് കായിക മന്ത്രി വിശദീകരിച്ചു. എന്തെങ്കിലും വിശദീകരിക്കാനുണ്ടെങ്കിൽ കായിക മന്ത്രി തന്നെ വിശദീകരിക്കും. തനിക്ക് ഒരു കത്തും കിട്ടിയിട്ടില്ല, തനിക്കൊരു മെയിലും വന്നിട്ടില്ല, തനിക്ക് ഒന്നും തന്നെ അറിയില്ല, താൻ ഇതിലില്ല, ചിത്രത്തിൽ താനില്ല എന്ന് പറഞ്ഞ് പിണറായി വിജയൻ കൈ കഴുകുക എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ മനസ്സിലായിട്ടില്ലെങ്കിലും, ഇപ്പൊ സൈബർ ഇടങ്ങളിലെ കൃമികീടങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും പിണറായി വിജയന് ബോധ്യമുണ്ട് പെട്ടു എന്ന് മാത്രമല്ല സതീശൻ വലിച്ചു കീറി വാരി ഭിത്തിയിൽ ഒട്ടിക്കും എന്നുള്ളതും പിണറായി വിജയന് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് വിജയൻ എന്താക്കി, ആദ്യമേ ന്യായീകരിക്കാനില്ല, ഒന്നിനുമില്ല, തനിക്കൊന്നും അറിയില്ല, എല്ലാം കായിക മന്ത്രിയാണ്. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു എന്നറിയുക എന്നല്ലാതെ തൻ്റെ മുന്നിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട കത്തുകളോ മെയിലുകളോ അനുവാദം ചോദിക്കലോ മറ്റുള്ള ഒരു സംഭവവും തൻ്റെ മുന്നിലേക്ക് വന്നിട്ടില്ല എന്ന് വളരെ കൃത്യമായിട്ട് പിണറായി വിജയൻ പറഞ്ഞു വെക്കുന്നുണ്ട്. പിണറായി വിജയൻ ഇങ്ങനെ കൈ കഴുകി ഒഴിവാകണമെങ്കിൽ, മാറി നിൽക്കണമെങ്കിൽ പിണറായി വിജയൻ്റെ ബോധ്യമാണത്. പെട്ടു എന്നുള്ള ബോധ്യം. ഇനി ആ പെടല് തൻ്റെ തലയിൽ നിന്ന് മറ്റുള്ളവൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാനുള്ള ശ്രമമാണ് പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ഈ മെസ്സിയുടെ പേരിൽ നടന്നിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് ഇവിടെ 126 കോടി കൊടുത്തോ കൊടുത്തില്ലേ എന്നുള്ള വിഷയം നടന്നിരിക്കുന്നത് സർക്കാർ സിസ്റ്റം ഉപയോഗിച്ച്, സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ പറയുന്ന ആളുകൾ, അതിൽ ആൻഡോയുണ്ട്, പിണറായി വിജയനുണ്ട്, കായിക മന്ത്രി അന്ത്രുമാനുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവരൊക്കെ ചേർന്ന് നല്ല ഒന്നാം തരം കള്ളപ്പണം വെളുപ്പിക്കല. പിന്നെ ഈ പറയുന്ന കസേരകളിൽ ഇരുന്ന ആളുകളല്ലാത്ത പുറത്തു നിന്നുള്ള ഒരുപാട് ആളുകളുടെ സപ്പോർട്ടും ഇതിനുണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കരുതും പോലെ ഒന്നല്ല. മെസ്സിക്ക് 126 കോടി കൊടുത്തു എന്ന് പറഞ്ഞതിൽ പോലും വളരെ കൃത്യമായിട്ട് വെളുപ്പിച്ചത് ഈ 126 കോടിയിലൊന്നും നിൽക്കൂല. ആ വെളുപ്പിക്കലിൻ്റെ ഭാഗമായിരുന്നു ഈ പറയുന്ന കലൂർ സ്റ്റേഡിയം നവീകരണം പോലും ഏറ്റെടുത്ത് നടത്തിയത് ഈ വെളുപ്പിക്കാൻ വേണ്ടിയാ. അപ്പോൾ കോടാനുകോടി രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത് എന്നുള്ളതാ. എന്തിന് ഇത് കോടാനുകോടി രൂപ ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ വെളുപ്പിക്കാൻ വേണ്ടി ഇത്രയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വെളുപ്പിച്ച എമൗണ്ട് എന്ന് പറയുന്നത് അത് ചില്ലറയൊന്നും അല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ?
അപ്പോൾ ഈ പറയുന്ന ഇവിടെ വലിയ ഒരു കാര്യം ഉറപ്പാ, നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഒക്കെ ഒരു എന്താ പറയേണ്ടത്, ഞാൻ പറയുന്നത് ഒരു എന്താ പറയേണ്ടത്, എന്തെങ്കിലും ഒരു മോശം സ്വഭാവമുള്ള ഒരു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒന്നും വേണ്ട, ഒരു ഫുൾ ടൈം ലഹരിക്കടിമയായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ആ വ്യക്തി നിങ്ങളുമായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഡീലായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ആ വരുന്ന ഓൺ ദ സ്പോട്ട് ആ നിമിഷം മുതൽ നിങ്ങൾ അതിനെ എങ്ങനെയാണ് കാണുക? ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. എങ്ങനെയാണ് നിങ്ങൾ കാണുക? നിങ്ങൾ അതിനെ കാണുക വളരെ കൃത്യമായി ഒരു സംശയത്തിൻ്റെ കണ്ണിലൂടെയല്ലേ നിങ്ങൾ കാണാൻ കഴിയുള്ളൂ, അങ്ങനെയല്ലേ കാണുള്ളൂ. അവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ പറയുന്ന വ്യക്തി ആൻഡോ എന്ന് പറയുന്ന മരമുറിക്കാരൻ്റെ പേരിൽ മാംഗോ ഫോണ്, മരമുറി കേസ്, അങ്ങനെ ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും മാത്രം ഇവൻ്റെ പേരിലുള്ള ഇവൻ സർക്കാരിനെ അങ്ങോട്ട് സമീപിക്കുക. സർക്കാരിനെ ഇവൻ സമീപിക്കുന്നത് വരെ സർക്കാരിന് ഇങ്ങനെ ഒരു മെസ്സിയുമായിട്ടുള്ള ഒരു ചർച്ച പോലും, അങ്ങനെ ഒരു തോട്ട് പോലും പിണറായി വിജയൻ സർക്കാരിൻ്റെ മൈൻഡിലുണ്ടായിരുന്നില്ല. അപ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചർച്ചകൾ നടന്നു. ആ ചർച്ചകൾ ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ വെളുപ്പിക്കൽ എങ്ങനെ നടത്തണം എന്നുള്ളതിൻ്റെ ഒരു ചർച്ചയിൽ നിന്നാണ് മെസ്സിയിലേക്ക് എത്തുന്നത്. അതിന് ഈ കാട്ടുകള്ളൻ വീരപ്പനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. കൂട്ടത്തിൽ വെളുപ്പിച്ച കൂട്ടത്തിൽ പലരും വെളുപ്പിച്ചു എന്ന് മാത്രമല്ല, കോടാനുകോടി രൂപയാണ് വെളുപ്പിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിച്ചു. ഇപ്പോൾ പിണറായി വിജയനും സഖാക്കളുമൊക്കെ ഞങ്ങൾക്കൊന്നും അറിയില്ല, കായിക മന്ത്രിക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയല്ല, അറിയും, ഇവർക്കൊക്കെ അറിയും, ഇവരൊക്കെ അറിഞ്ഞുകൊണ്ടാ. ഇപ്പം ഇന്നിത് നമ്മളിത് പറയുമ്പോൾ ഈ പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് വി കെ സനോജ്, DYFIയുടെ നേതാവ്, മട്ടന്നൂരിൽ ശൈലജയെ മാറ്റി മത്സരിപ്പിച്ച് ഇപ്പം MLA ആയിട്ടിരിക്കുന്ന സനോജ്, ആ സനോജിൻ്റെ ഒരു വാർത്താ സമ്മേളനം നടന്നിട്ടുണ്ടായി, ഒരു പ്രതികരണം. എന്താ പ്രതികരണം? സനോജ് പറയുന്നത് ഇതിനൊക്കെ രേഖയുണ്ട്, ഇതൊന്നും വലിയ ചർച്ചയാക്കേണ്ട കാര്യമൊന്നുമല്ല, പിന്നെ എന്തെങ്കിലും അന്വേഷിക്കാനുണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചോട്ടെ, ഇതൊക്കെ ഇത്ര ചർച്ചയാക്കണോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ചർച്ചയെ ഇവർ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്? കാരണം ഇപ്പോൾ പിണറായി വിജയൻ ഇന്നിപ്പോൾ കൈ കഴുകിയെങ്കിലും ഇത് വീണ്ടും ഇതിൻ്റെ ആഴങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ തന്നെയാകും ഇതിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്, പിണറായി വിജയനിലേക്ക് എത്തുമെന്നുള്ളതാണ്. ആൻഡോയും റിപ്പോർട്ടർ TVയും ഒക്കെ എന്ന് പറയുന്നത് സദാ പിണറായി വിജയൻ്റെ PR ടീമായിരുന്നു. ആ PR ടീം എന്നുള്ള രീതിയിൽ ഒരു ഏജന്റ് എന്നുള്ള രീതിയിൽ പണിയെടുത്തു എന്നുള്ളത് മാത്രമാണ്. ആൻഡോ ഇതിൽ നല്ല രീതിയിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്, അതില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതിൻ്റെ കേന്ദ്ര ബിന്ദു, നമ്പർ 1 ബെനിഫിഷ്യറി എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയനെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ആൻഡോ ആണെങ്കിലും അന്ത്രുമാനാണെങ്കിലും KT ജലീലാണെങ്കിലും KT ജലീൽ പിന്നെ അന്ത്രുമാന് പിന്നെ മെയിലുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്ത് കൊടുത്ത ഇംഗ്ലീഷ് ലെക്ചറാണെങ്കിലും ഇനി അതിനപ്പുറമുള്ള ആരാണെങ്കിലും പിണറായി വിജയൻ്റെ താഴെ വരുള്ളൂ. പിണറായി വിജയനാണ് ഇതിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. പിണറായി വിജയൻ അറിയാണ്ട് പിണറായി വിജയൻ ക്യാബിനറ്റിലെ ഒരു മന്ത്രിയും ഒരു നിലപാടും ഒരു തീരുമാനവും പിണറായി വിജയൻ്റെ സമ്മതമില്ലാണ്ട് എടുക്കൂല. പിണറായി വിജയൻ അറിയാണ്ടും എടുക്കൂല. ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നത് തനിക്ക് കത്തുകളൊന്നും കിട്ടിയിട്ടില്ല, കത്തുകൾ കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കാം, ശരിയാണ്. ഒഫീഷ്യലി പിണറായി വിജയൻ്റെ അക്കൗണ്ടിലേക്ക് കത്തുകളൊന്നും വന്നിട്ടുണ്ടാവില്ല എന്ന് കരുതിയിട്ട് പിണറായി വിജയൻ അറിയാണ്ട് അന്ത്രുമാൻ മുള്ളണമെങ്കിൽ പോലും പിണറായി വിജയനോട് ചോദിക്കണമായിരുന്നു. അവിടെ നിന്ന് പിണറായി വിജയൻ തനിക്കിത് അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ്റെ ഒരു കൃത്യമായ ബോധ്യമാണ്. കാരണം പിണറായി വിജയൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഓൾറെഡി വീണയുടെ കേസ് തലക്ക് മുകളിൽ വന്ന് നിൽക്കുക. ഇനി അതിൻ്റെ കൂടെ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ പെട്ട് താൻ തീർന്ന് എന്നുള്ളത് പിണറായി വിജയന് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നു, ഉടനടി വാർത്താ സമ്മേളനം നടത്തുന്നു, തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ആദ്യം തന്നെ കൈ കഴുകുന്നു. തനിക്ക് മെയിലൊന്നും വന്നിട്ടില്ല, തനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല, എല്ലാം ഇൻവോൾവ് ചെയ്ത് കാര്യങ്ങൾ നീക്കിയത് കായിക മന്ത്രിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നൊരു സ്ഥിതിവിശേഷം. അപ്പോൾ എന്തുകൊണ്ടാണ്
അതാണ് ഞാൻ പറഞ്ഞത്, പിണറായി വിജയൻ്റെ ബോധ്യമാണെന്ന് പറയുന്നത്. പക്ഷേ പിണറായി വിജയൻ അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം പിണറായി വിജയൻ്റെ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്നവർക്ക് വിജയൻ്റെ അടിമകളാണ്. അടിമകൾക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള നട്ടെല്ല് അടിമകൾക്കില്ല. അടിമകൾ ആ കസേരകളിൽ ഒരാൾ വേണമല്ലോ. ഇപ്പോൾ ഒരു മന്ത്രിസഭ എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ മാത്രം മുഖ്യമന്ത്രിയും ബാക്കിയുള്ള വകുപ്പിൻ്റെ ഒക്കെ മന്ത്രി ഞാൻ മാത്രം എന്ന് പറഞ്ഞ് ബാക്കിയുള്ള മന്ത്രിമാരൊന്നും ഇല്ലാതിരുന്ന കാര്യം നടക്കുമോ? അത് നടക്കില്ല. ആ കസേരയിൽ ഒരാൾ വേണമല്ലോ. ആ കസേരയിൽ ഒരാൾ എന്നുള്ള രീതിയിലാണ് പിണറായി വിജയൻ ഈ പറയുന്ന ആളുകളെയൊക്കെ നിർത്തിയത്, തൻ്റെ അടിമകൾ എന്നുള്ളത്. മനസ്സിലായില്ലേ? ആദ്യത്തെ ക്യാബിനറ്റിലും അങ്ങനെയായിരുന്നു. പക്ഷെ ആദ്യത്തെ ക്യാബിനറ്റിൽ തൻ്റെ ഇംഗിതത്തിന് എല്ലാവരും അങ്ങനെ കിട്ടൂല എന്ന് കണ്ടപ്പോഴാണ് പലരെയും ഇങ്ങനെ തട്ടി 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 മാറ്റി വെച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറയുന്ന രണ്ടാം ക്യാബിനറ്റ് ആണല്ലോ ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട ആളുകൾ. ആ രണ്ടാം ക്യാബിനറ്റിലുള്ള ആളുകൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് പിണറായി വിജയൻ്റെ അനുവാദമോ അറിവോ അല്ലെങ്കിൽ സമ്മതമോ ഇല്ലാതെ ഒരു അനക്കം അനങ്ങാൻ തയ്യാറില്ലാത്ത ആളുകളാണ്. അപ്പോൾ വിജയൻ എത്ര പറഞ്ഞാലും എനിക്കിതറിയില്ല എന്ന് പറഞ്ഞാലും കാര്യങ്ങളൊന്നും നടക്കുന്ന കേസല്ല എന്നുള്ളതാ. എന്താണെങ്കിലും ആൻഡോയാ പെട്ടത്. കാരണം ഇപ്പം എന്താണെങ്കിലും സ്വാഭാവികമായിട്ട് 126 കോടി രൂപയാണ് ആൻഡോ നൽകിയത്. എങ്ങനെ കിട്ടി ഈ 126 കോടി രൂപ? ഇതിൻ്റെ സോഴ്സ് എന്താണ്? സോഴ്സ് എന്താണെന്ന് മാത്രമല്ല, ഇപ്പം ഈ ഗോട്ട് ആൻഡ് ഗ്ലോബൽ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു അഡ്വർടൈസിങ് കമ്പനി, ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കിയിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നീക്കിയത്. അപ്പോൾ ആ ഒരു കമ്പനി പോലും അതിൻ്റെ മൂലധനമായി കാണിച്ചിരിക്കുന്നത് 1 ലക്ഷം രൂപയാണ്. മനസ്സിലായില്ലേ? ഇതിൽ ഈ ഫോറിൻ ഫണ്ടിങ് ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഈ ഫോറിൻ ഫണ്ടിങ് വലിയ വിഷയം തന്നെയാണ്. ആ തിരിമറിയാണ് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർ കള്ളപ്പണം വെളുപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഈ പറയുന്ന ആൻഡോ അല്ലെങ്കിൽ അന്ത്രുമാൻ ഈ 2 വ്യക്തികളിൽ ഒതുങ്ങുന്നതല്ല. ഇതിൻ്റെ മുഖ്യ ബിന്ദു പിണറായി വിജയനാണ്. ആ കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട.